താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ കുറേ കൂടി സന്തോഷം അനുഭവിക്കുന്നവരാകുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. സാധാരണ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന നമ്മളുടെ വെല്ലുവിളികളിലും കർമ്മങ്ങളിലും നമുക്ക് സഹായമാകാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഇവിടെ നാം ഒരുക്കുന്നത്. എല്ലാവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം, സ്വാഗതം ചെയ്യാം. ആദ്യമായി ഡോക്ടർ KM ഫ്രാൻസിസ് സാർ ഈ ചർച്ചയിൽ സ്ഥിരം സാന്നിധ്യമാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചനപ്രഘോഷകനും എഴുത്തുകാരനുമായി അറിയപ്പെടുന്ന ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ചർച്ചയിലേക്ക് നാം സ്വാഗതം ചെയ്യുന്നത് വർഗീസ് കുത്തൂരച്ചനെയാണ്. അച്ഛൻ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും കുടുംബ പ്രേക്ഷിത രംഗത്ത് ഏറെ സ്നേഹത്തോടെയും കരുതലോടെയും ഇടപെടുന്ന വൈദികനാണ്. അച്ഛൻ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ മേരി റജീന, കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും തൃശ്ശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഈ ചർച്ചകളിൽ റജീന മാഡം സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. മാഡത്തെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ രേഖയുടെ അവസാന അധ്യായത്തിലേക്ക് പ്രവേശിച്ചു എന്ന കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. ആഴമായ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതാണ് കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ അടിസ്ഥാനമെന്ന് ആണ് കഴിഞ്ഞ ചർച്ചകൾ നമ്മൾ കണ്ടത്. ഇവിടെ പാപ്പ പറയുന്നത് ഉത്താന വെളിച്ചത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. പെസഹ രഹസ്യത്തെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൂടെ കൂടെ ഓർക്കുക. എന്താണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക? ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പാപ്പ ഈ പുസ്തകത്തിൽ ഉത്ഥാന വെളിച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവർ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ കുടുംബ ആധ്യാത്മികതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഊന്നി പാപ്പ പറയുന്നത്? ആദ്യമായി നമ്മുടെ മുൻ ചർച്ചകളിലൊക്കെ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്തതിൽ, അതായത് പ്രധാനമായിട്ടൊരു പ്രാധാന്യം കൊടുത്തത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് നൽകുന്നത്. അങ്ങനെയാണ് നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിന് ഭാര്യയെയും ഒക്കെ സ്നേഹിക്കാൻ പറ്റുകയെന്ന്. ഈ ബന്ധം എങ്ങനെ നിലനിർത്തും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിന് യേശു തന്നെ നമുക്ക് വലിയ ഉദാഹരണം കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് എല്ലാ ദിവസവും യേശു കുറച്ച് സമയം കണ്ടെത്തി പിതാവായ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ക്രൈസ്തവർക്കുള്ള ഒരു പോരായ്മ പലരും ചൂണ്ടിക്കാണിക്കുന്നത്, ഞാനും പിതാവായ ദൈവവും തമ്മിലുള്ള ഒരു പ്രാർത്ഥന സ്വകാര്യമായിട്ട് ക്രൈസ്തവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അത് വളരെ കുറച്ച് ആൾക്കാർക്കുള്ളൂ. ചൊല്ലിക്കൂട്ടുന്ന ചിന്തയാണ്. എന്നാൽ എല്ലാ വിശുദ്ധന്മാരുടെ ജീവിതം നോക്കിയാൽ കാണാം, ജീവിതത്തിൽ ഒരു കുറച്ച് സമയം മറ്റാരും കാണാതെ അവർ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു പ്രാർത്ഥന സ്വകാര്യമായിട്ട് മുറിയുടെ അകത്ത് അടച്ചിട്ടിരുന്ന് നീ പ്രാർത്ഥിക്കുക, അത് കർത്താവിൻ്റെ തന്നെ ഒരു ആഹ്വാനമാണ്. അപ്പോൾ ആ ഒരു മേഖലയാണ് പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ഈ പഴയ കുടുംബങ്ങളിൽ ചില പൂർവികരായ അപ്പച്ചന്മാർ അങ്ങനെയുള്ള ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന അവർ ചൊല്ലും. എൻ്റെ വൈകുന്നേരം മാമയൊക്കെ പ്രാർത്ഥനാ പുസ്തകം ഇരുന്നിട്ട് കുടുംബ പ്രാർത്ഥന വേറെയുണ്ട്. പിന്നെയാണ് കുടുംബ പ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന. ഈ മൂന്ന് പ്രാർത്ഥനകളുടെയും
ലക്ഷ്യം എന്താണ്? ഒറ്റ ലക്ഷ്യമുള്ളൂ, പെസഹ രഹസ്യം. എന്താണ് പെസഹ രഹസ്യം? ആ പെസഹ രഹസ്യത്തിനെ ചുരുക്കി പറയാം, യേശുവിൻ്റെ ജനനം, ജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കൽ. ഈ ഒരു ഫോർമുല, ഇതിനെ എങ്ങനെയാണ് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കുക എന്നത് നമുക്ക് ഓരോ പ്രാർത്ഥനയിലും കാണാം. നമുക്ക് വളരെ പെട്ടെന്ന് എടുത്തപ്പോൾ കർത്താവിൻ്റെ മാലാഖ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വാസ്തവത്തിൽ ഈ പെസഹ രഹസ്യങ്ങളുടെ ഒരു ജ്ഞാനമാണ് നടക്കുന്നത് അവിടെ. പ്രാർത്ഥിക്കാം, കർത്താവെ, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ. അപ്പം ഇതാണ് ഈ മാർപ്പാപ്പ പറയുന്ന ഉത്ഥാന രഹസ്യം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കൊന്ത നമസ്കാരം എടുക്കണു. ആ പ്രാർത്ഥനയിലും ഒറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ ജനനം, പരസ്യജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ വരവ്. ഇതിൻ്റെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ജനനം, മരണം, പീഡാനുഭവം, ഉത്ഥാനം. അവസാനം നമ്മൾ പറയും, അച്ഛൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ, ഞങ്ങൾ ഈ ബലിവസ്തുവിൽ ആവസിക്കണമേ. അപ്പോൾ ശുശ്രൂഷ അവിടെ നിന്നിട്ട് പറയും, നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഈ കർത്താവിൻ്റെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ഒരു ധ്യാനവും അനുഷ്ഠാനവുമാണെങ്കിൽ കുടുംബവും വാസ്തവത്തിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളുടെ പാപ്പ അത് പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നുണ്ട് 318-ാം ഖണ്ഡികയിൽ. പെസഹാപരമായ ഈ വിശ്വാസത്തെ പ്രകാശിപ്പിക്കുവാനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു സവിശേഷ മാർഗമാണ് കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയിലുടനീളം നമ്മൾ ഈ പെസഹ രഹസ്യത്തെയാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു രീതി. അതുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥന, നമ്മുടെ പഴയ കുടുംബങ്ങളിലൊക്കെ അവർ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കില്ല. കാരണം അവരുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു കാതല് ഈ പെസഹ രഹസ്യ ധ്യാനമാണ്. ഈ പ്രാർത്ഥനകളിലൂടെയാണ് എനിക്ക് തോന്നുന്നു ജീവിക്കാനുള്ള ശക്തി, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പ്രത്യാശ. കാരണം എപ്പോഴും വളരെ സന്തോഷകരമായ സാഹചര്യം മാത്രമല്ല, അതുകൊണ്ടാണ് നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതൊക്കെയാണ്. ഇത്തരം പീഡകളിലൂടെയും ഒക്കെ സന്തോഷം ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതത്തിലൂടെ പോയി മഹത്വവൽക്കരിക്കപ്പെടുകയും. യുകാറ്റിൽ വായിച്ചവർക്കാണ് കുടുംബ പ്രാർത്ഥന ഏത് മതബോധനത്തെക്കാൾ അതിശക്തമാണെന്ന്. അത് വല്ലാതെ പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ആ ഈ അതിലെവിടെയോ എനിക്ക് തോന്നുന്നു അച്ഛാ നമുക്ക് സഭയ്ക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ അതെല്ലാം ഇതൊക്കെയാണ് ഇതിനാണ് എന്നുള്ള ഒരു ചിന്ത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതായത് ടീച്ചർ പറയുന്നതിൻ്റെ അർത്ഥതാണ്, ഞായറാഴ്ച ദിവസങ്ങളിലും കടമുള്ള ദിവസങ്ങളിലും കുർബാന കാണണം. ശരിക്ക് കുർബാന അത് നമ്മുടെ കടമയല്ല, അത് ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളത് ജീവിക്കലാണ്. അപ്പോൾ മനുഷ്യന്മാരെ എന്താക്കി മാറ്റി, ഞായറാഴ്ച കുർബാന പോണ്ടേ, ഇത് ഭക്ഷണം കഴിക്കുന്ന പോലെ ആവശ്യമുള്ളതാണ്. പലപ്പോഴുള്ള നമ്മുടെ പ്രശ്നം ഇങ്ങനെയുള്ളത് നല്ല ചൈതന്യത്തോടു കൂടെ തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളതൊക്കെ. പക്ഷെ ക്രമേണ ഒരു മെക്കാനിക്കലായിട്ട് തീരുക, കുറേ ആചാരങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. ഈ ആചാരങ്ങൾ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ വിശുദ്ധീകരിക്കുന്നതാണ്, അത് ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നതാണെന്നുള്ള ഒരു ഓർമ്മ പുതിയ ജനറേഷൻ അത് അങ്ങനെ പകർന്നു കൊടുക്കാൻ നമുക്ക് എവിടെയോ അതുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് പറയുന്നുണ്ട്. വിവാഹിതരായ ദമ്പതികൾ വ്യത്യസ്തങ്ങളായ അനുദിന പ്രവൃത്തികൾ കൊണ്ട് ഉത്തിതനായ കർത്താവിൻ്റെ നിഗൂഢ സാന്നിധ്യം അനുഭവിക്കാനുള്ള ദൈവത്താൽ പ്രകാശിതമായ സ്ഥാനം സൃഷ്ടിക്കുന്നു. അവിടെയാണ് ഈ ഒരു വേർപാടോ അല്ലെങ്കിൽ ഒരു രോഗമോ മറ്റ് സാമ്പത്തിക തകർച്ചയോ അല്പം തെറ്റിദ്ധാരണകളൊക്കെ ഒരു പ്രത്യാശയോടുകൂടെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വരുന്നത്. ഈ ഒരു അടിസ്ഥാനപരമായ ചൈതന്യം ഇപ്പൊ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാം ചെയ്യണത് തിങ്കളാഴ്ച ജനനം, ചൊവ്വാഴ്ച മരണം ദുഃഖം, ബുധനാഴ്ച ഉത്ഥാനം, വ്യാഴാഴ്ച ദിവസം യേശുവിൻ്റെ ജീവിതം, ഇത് ധ്യാനിക്കുന്നുണ്ട്, ഇത് നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുകയാണെന്നുള്ള ആ ഒരു ബോധപൂർവകമായ പ്രവൃത്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഇത് ആചാരമായിട്ട്
മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ കാരണന്മാര് പ്രാർത്ഥനയ്ക്ക് സമയമെടുത്ത് തന്നെ കൊടുക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ എന്തുണ്ടായി? ഇപ്പോൾ വേഗം കഴിക്കണം. ബുദ്ധിമുട്ടി സമയം ഉണ്ടാക്കിയിട്ടാണ് തീർക്കുകയാണ്. ചൊല്ലി അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥന ചൊല്ലിയില്ലേ, അപ്പോൾ ചിലപ്പോൾ 10:30 പ്രാർത്ഥനയില്ല. അതൊക്കെ എന്തൊരു മനസ്സായി. അതൊക്കെ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് വരണേ, സന്തോഷത്തിൽ നിന്നല്ല വരണത്. ചൊല്ലി തീർക്കണ്ടേ. ഇനി പ്രാർത്ഥന എത്തിച്ചില്ലെങ്കിൽ ദൈവം ശപിക്കുക. അതാണ് ഇപ്പോഴത്തെ പറയില്ലേ ടിവിയിലൊക്കെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പഠിപ്പിച്ചത്. കടമുള്ള ദിവസമാണ്, ഇല്ലെങ്കിൽ അപ്പൊ കടമുള്ള ദിവസം തെറ്റിച്ചാൽ എന്താ ചെയ്യുക? നമ്മള് നരകത്തിൽ പോകും. ഒരു ശിക്ഷയെ ഭയന്നുകൊണ്ടുള്ള വളരെ അപൂർവമായി നേരം വൈകി ചെല്ലുന്ന കുടുംബങ്ങൾക്ക് ഇത് നിരുത്സാഹപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴെങ്കിലും ചെല്ലുക. അതെ, വല്ലപ്പോഴും ഒരു ദിവസം 10:30, പക്ഷെ റെഗുലറായിട്ട് 10:00-ക്കും 11 മണിക്കും. ഇപ്പം എനിക്കൊരു കുടുംബം അറിയാം, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടോണേ, ഒരു ബിസിനസ്സുകാർ ഇവിടെ, അദ്ദേഹം 10 മണിക്ക് കുർബാന കൊന്തയല്ലാറ്. അദ്ദേഹം പറയണേ 7:30-8 മണിയാകുമ്പോൾ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ അവരോട് കിടന്നുറങ്ങിക്കോളം പറയും. 9:30, 9:45 അദ്ദേഹം വരുമ്പോൾ കുളിച്ച് പിള്ളേരോട് കൂടി ഇരുന്ന് കൊന്ത ചൊല്ലി 10:30 ഭക്ഷണം കഴിച്ച് 11 മണിക്ക് കിടന്നുറങ്ങുക. അപ്പോൾ 10 മണിക്കുള്ള ജപമാലയും 10:30 ഒരുമിച്ചുള്ള ഭക്ഷണവും അത് ശരിക്കും ഒരു ചൈതന്യമായിട്ട് ചെയ്യാണ്, റുട്ടീനല്ലാതെ. അതൊരു ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തല്ല. പോലെ വായിച്ചത് ഓർക്കാണ്, നമ്മൾ ഓരോ പ്രാവശ്യം ജപമാല ചൊല്ലുമ്പോൾ നസ്രത്തിൽ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്ന് അതിലൂടെ നമ്മുടെ ഒരു യാത്രയാണ് ശരിക്കും. നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ലല്ലോ പലപ്പോഴും. എല്ലാ പ്രാർത്ഥനകളും നമ്മൾ അർത്ഥം അറിഞ്ഞ് നിർത്തി നിർത്തി ചൊല്ലണം എന്നൊക്കെ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അതിൻ്റെ അർത്ഥം ഉള്ളിൽ മനസ്സിലാക്കി എന്തിലൂടെയാണ് നാം അത് നമുക്ക് തരുന്ന ഒരു ബലമാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ്, ഒരു പ്രത്യാശയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകൾ. ഒരിക്കൽ എന്നോട് ഒരു ചർച്ചാവേദിയിൽ ഒരാൾ ചോദിച്ച്, മാർപ്പാപ്പ എഴുതുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ മഹാത്മ്യം, എന്തിനെങ്ങനെയൊക്കെ ലേഖനം എഴുതണേ, വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഞാൻ അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. അത് അദ്ദേഹത്തിന് സന്തോഷമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാലത്ത് എണീറ്റ് നമ്മൾ ചെയ്യണ കുറേ റുട്ടീൻ പ്രവൃത്തികളുണ്ട്. കാലത്ത് എണീക്കണു, പല്ല് തേക്കണു, ചായ കുടിക്കണു, കുരിശ് വരയ്ക്കണു, ഇത് പള്ളിയിൽ പോകണു. ഇതൊക്കെ നമ്മൾ അബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ശീലമായി കഴിഞ്ഞാൽ പിന്നെ അബോധമായിട്ട് മാറും, മെക്കാനിക്കലായിട്ട് മാറും. അപ്പോൾ ആ മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന സംഗതികളെ ബോധപൂർവമായിട്ട് ചെയ്യേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കലാണ് പരിശുദ്ധ പിതാക്കന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ലേഖനങ്ങൾ നൽകുന്നത്. ഈ ചർച്ച തന്നെ എന്തിനാ? ഇത് കേൾക്കുന്നവര് നമ്മളെക്കാട്ടിലും നന്നായിട്ട് പ്രാർത്ഥന എത്തിക്കുന്നവരാകാം. അവരെ പ്രാർത്ഥന എത്തിക്കാൻ പഠിപ്പിക്കലല്ല ഇത്. അവര് ചെയ്യുന്ന പ്രവൃത്തിയെ ബോധപൂർവമാക്കി ചെയ്ത് അതിൻ്റെ ഫലദായകത്വം വർദ്ധിപ്പിക്കാൻ മാർപ്പാപ്പ ചെയ്യുന്ന ജോലിയിൽ ഇത് സഹകാരികളാകുന്നു. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു വലിയൊരു ക്ലൈമാക്സ് ആണ് ഞായറാഴ്ചയുള്ള വിശുദ്ധ കുർബാന. അത് കുടുംബത്തിൻ്റെ സാമൂഹിക പ്രാർത്ഥനാ സഞ്ചാരം ഒന്നിച്ച് ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുന്നത് വഴി പൂർണ്ണമാകുന്നു, പ്രത്യേകിച്ച് ഞായറാഴ്ച വിശ്രമത്തിൻ്റെ സാഹചര്യത്തിൽ. അതാണ് ഇവിടെ പാപ്പ പറയുന്നത്. അതിന് ഒരു വേറൊരു ഡയമെൻഷനും കൂടിയുണ്ട് കാത്തലിക് ചർച്ചിന്. അത് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്, ഈ ക്രൈസ്തവ ജീവിതം വ്യക്തിയിൽ നിന്ന് തുടങ്ങുകയും സമൂഹമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബപരമായ പ്രാർത്ഥന, അത് മൊത്തം സമൂഹത്തിൻ്റെ ആരാധനയായിട്ട് പരിണമിക്കുകയാണ്. എവിടെ? ഞായറാഴ്ചയിൽ ജനം മുഴുവനും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് നിന്ന് യാചിക്കുന്നു. അപ്പോൾ എന്നിൽ നിന്ന് ഇപ്പോൾ ചെറിയ ചെറിയ അരുവികളിൽ നിന്ന് ജലമൊഴുകി വലിയൊരു പുഴയായി കടലായി മാറണ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, സാറ് പ്രാർത്ഥിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നു, പിന്നെ ഓരോ വീടുകൾ പ്രാർത്ഥിക്കുന്നു. അവസാനം ഇതിന് ഏതെങ്കിലും ഒന്നിനെ പ്രാധാന്യം കുറച്ച് കാണരുതെന്ന്. ഇതൊരു വളർച്ചയുടെ ഒരു ഘട്ടമാണ്. അതായത് ആദ്യം ഞാൻ മുറിയിലടച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അതൊരു വരുന്നു, സമൂഹത്തിലേക്ക് വരുന്നു, അത് സമൂഹത്തിൻ്റെ ആരാധനയായി മാറുന്നു. അതാണ് പരിശുദ്ധ പിതാവ് പറയണത്. ആ വാചകം ഒന്നുകൂടി വായിച്ചാൽ അത് കുടുംബത്തിൻ്റെ സാമൂഹിക പ്രാർത്ഥനാ സഞ്ചാരം ഒന്നിച്ച് ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുന്ന വഴി പൂർണ്ണമാകും. സാമൂഹിക സഞ്ചാരവും പ്രത്യേകിച്ച് ഞായറാഴ്ച വിശ്രമത്തിൻ്റെ സാഹചര്യത്തിൽ യേശു കുടുംബങ്ങളുടെ വാതിലിൽ മുട്ടുന്നു, ദിവ്യകാരുണ്യ അത്താഴത്തിൽ അവരോടൊപ്പം പങ്കുചേരാൻ. അവിടെ ദമ്പതികൾക്ക് പെസഹാപരമായ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ കഴിയും. ആ ഉടമ്പടി അവരെ ഒന്നിപ്പിച്ചതാണ്.
അപ്പോൾ തിരുസഭയുടെ ഒരു കൽപ്പനയായിട്ട് മാത്രം ഞായറാഴ്ച ആചരണത്തെ കാണാനായിട്ടിടയാകരുത്. അതൊരു സ്നേഹപൂർവമായിട്ടുള്ളൊരു നിർബന്ധത്തെ അല്ലെങ്കിൽ നിർദ്ദേശമാണ്. പക്ഷെ അതൊരു കൽപ്പന ഒരു നൈയാമികമായ രീതിയിൽ കാണാതെ അതാ ഒരാഴ്ചത്തെ അധ്വാനവും ക്ലേശവും ബലിവസ്തുക്കളായിട്ട് കൊടുക്കാനും ദൈവം നൽകിയ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറയാനും അടുത്തൊരാഴ്ചത്തേക്ക് വേണ്ട ഒരു ആത്മീയ കരുത്ത് സമ്പാദിക്കാനുള്ള ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആരാധനയും സമർപ്പണമായിട്ട് തീരേണ്ടതാണ്. അഗാപ്പെ എന്ന വാക്കൊക്കെ അവിടെ പ്രസക്തമായിട്ട് അതായത് സ്നേഹ ടീച്ചറെ ഈ കുരിശുമരണം എന്ന് പറയുന്നുണ്ടല്ലോ, അതില് വിശുദ്ധ യോഹന്നാന്റെ വചനം എങ്ങനെയാണ്? സ്വന്തം ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? സ്വന്തം ഏകജാതനേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുകയാണ് ദൈവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെയും ജീസസ് ക്രൈസ്റ്റിനെയും തമ്മിലുള്ള താരതമ്യത്തിൽ പിതാവായ ദൈവം യേശുവിനെ മരിക്കാൻ അനുവദിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ മാത്രമേ എനിക്ക് എൻ്റെ ഭാര്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പാപ്പ തുടക്കത്തിൽ പറയുന്നത്. ഒരു കുടുംബം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ജീവിതത്തെയും ഏകീകരിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യും. വേദനകളുടെയും പ്രയാസങ്ങളുടെയും നിമിഷങ്ങളെ കർത്താവിൻ്റെ കുരിശുമായുള്ള ഐക്യത്തിൽ അനുഭവിക്കും. അവയെ കീഴടക്കാൻ അവിടുന്നുമായുള്ള അടുപ്പം കഴിവും നൽകും. സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ഈ ചർച്ചകളിൽ നമ്മൾ ആദ്യം പങ്കുവച്ചത് പെസഹ രഹസ്യത്തെ ധ്യാനിക്കലാണ് കുടുംബജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ കാതലെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് ഏവർക്കും മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. രാവിലെ 5 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശാലോമില ഗുഡ് ന്യൂസിലെ ജപമാല വെച്ച് അതിൽ പങ്കെടുക്കും. അതിനുശേഷം ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കായി 2 പേരും പോവും. വിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്ക് ഞങ്ങൾ പോകാറുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു മോനും മോളാണുള്ളത്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മോൻ ഗൾഫിലെ ഫാമിലിയായിട്ട്, മോളും കുവൈറ്റിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പരസ്പരം സഹകരിച്ചാണ് അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്താറ്. എല്ലാ വർഷവും ഞങ്ങൾ താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുക്കാറുണ്ട്. അത് പോയി വരുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തി കിട്ടണമല്ലോ. അത് കാരണം ദിവസവും ദൈവബലിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ആ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് കുറേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളൊക്കെ കൂടുതലായിട്ട് ഷെയർ ചെയ്ത് ജീവിക്കാൻ എനിക്ക് കൂടുതൽ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ തവണ ധ്യാനത്തിന് പോയി വരുമ്പോഴും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ കുമ്പസാരം, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ കുമ്പസാരിച്ച് ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ കൂടുതൽ ശക്തി ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടാറുണ്ട്. എന്നിട്ട് ശേഷം ഞങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാറുള്ളൂ. ദീപലികൂടയിലാണ് നമ്മുടെ പൂർണ്ണ സമർപ്പണം നടക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 2 പേരെയും ആദ്യം സമർപ്പിക്കും. പിന്നെ മക്കളെയും ബന്ധുമിത്രാളെയും എല്ലാവരെയും മാറി മാറി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ മുറിവുകൾ ആ യേശുവിൻ്റെ ശരീരങ്ങളായി ഉയർത്തുന്ന സമയം ഞങ്ങൾക്ക് പൂർണ്ണമായും ആ കാസയിലും പിലാസയിലൊപ്പം വെച്ച് ഞങ്ങൾക്ക് കൂടുതലായി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുവഴി ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ദിവ്യബലി ഇല്ലാത്തൊരു ജീവിതം നമ്മളൊന്നുമല്ലാത്ത മാതിരിയാണ്. ദിവ്യബലിയിൽ കൂടെയാണ് നമുക്ക് കൂടുതലായിട്ട് ശക്തി ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് 2 പേരും ഒരുമിച്ചാണ് ഞങ്ങൾ എല്ലാ ദിവസവും പങ്കെടുക്കാൻ പോവാറ്. എൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റൊക്കെ എനിക്ക് ഡ്യൂട്ടി വരും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഞാൻ പോകുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ജീവിത പങ്കാളിയും ഭവനത്തിനെയൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് തിരക്തക്കോട്ടം കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാറ്. അവിടെ ചെന്നാലും ഞാൻ ജീവിത പങ്കാളിക്ക് വേണ്ടിയും ഭവനത്തിനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അവിടെ ഞങ്ങൾ ജോലി സ്ഥലത്ത് തന്നെ ഞാൻ ജപമാല പ്രാർത്ഥിച്ചാണ് നിൽക്കാറ്. എപ്പോഴും പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് ജീവിതം എന്താണെന്ന് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഞങ്ങൾ അത്ര സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല. ഞങ്ങളൊരു നവീകരണ ധ്യാനം കൂടിയപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത്, ജീവിതത്തിലെ സ്നേഹം കൊണ്ടുള്ള ഡെപ്ത് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ ആ ഇതിനനുസരിച്ച് ഞങ്ങൾ പരസ്പരം സഹകരണത്തിലും ക്ഷമിച്ചും സഹിച്ചും പരസ്പര അഭിപ്രായങ്ങൾ തമ്മിൽ അങ്ങോട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് ഞങ്ങൾ നീങ്ങണ്. അതാണ് ഞങ്ങളുടെ വിജയം.
ജീവിതത്തിൻ്റെ ദശാംശം ഞങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ വേണ്ടപ്പെട്ടവരെ കണ്ടെത്തി. എന്നാലും ചേട്ടനായാലും ഞാനായാലും അവർക്കിതില്ല ചേട്ടാന്ന് പറയുമ്പോൾ അന്ന് നമുക്കത് ചെയ്യാടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാൻ യാതൊരു മടിയില്ല. ആ ദശാംശം കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ദൈവം എത്രയോ ഉയർത്തിയത്. ദൈവത്തിനുള്ളത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് ദൈവം നമ്മൾ ഉയർത്തുകയുള്ളൂ. സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ വിവാഹം കഴിക്കാൻ കഴിവില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടിയിരിക്കുന്ന പൊട്ടന്മാരെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് ആ ദിവ്യബലിയിൽ തന്നെ ഞങ്ങൾക്ക് ആ ശക്തി സംഭരിച്ച് വന്ന് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്നാം സ്ഥാനം ദിവ്യബലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ജീവിതം എപ്പോഴും ധന്യമാണ്. ആരെന്തെല്ലാം പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് നമുക്കതെല്ലാം ശക്തി കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ബോധ്യമുണ്ട്. 34 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഞങ്ങളതെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ 34 വർഷത്തിനുള്ളിലും ഞങ്ങൾക്കത് ഇപ്പോഴും ധൈര്യമായിട്ട് പറയാം. സുഖജീവിതമാണ് ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം എന്നത്. ഞങ്ങളത് മറ്റുള്ളവർ പറഞ്ഞതല്ല, ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് എടുത്ത് പറയാവുന്നതാണ്. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങും മുൻപ് തന്നെ ഞങ്ങൾ പരസ്പരം ഷെയറിങ് ചെയ്യും. അതുപോലെ അന്നേ ദിവസം ഉണ്ടാകുന്ന തെറ്റുകൾ അങ്ങോട്ട് ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്പരം അത് പറഞ്ഞ് അത് ഇന്നമാതിരി പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇന്നമാതിരി ചെയ്യേണ്ടതായിരുന്നു ജീവിത പാളികൾ പറയും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ ഞാനും ജീവിത പങ്കാളിയോട് പറയാറുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളൂ. പരസ്പരം ഞങ്ങൾ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് ഉറങ്ങാൻ പോകാറ് ഞങ്ങൾ. ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പെസഹ രഹസ്യത്തിൻ്റെ ക്ലൈമാക്സാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ച് പെസഹ രഹസ്യത്തിൽ പങ്കാളിയാകുമ്പോൾ എന്ത് ഗുണമാണ് ഓരോ ദമ്പതിക്കും കിട്ടുക എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. അതിനെ നമുക്ക് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജോബിന് പറ്റിയ പോലത്തെ ചില പറ്റലുകൾ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജോബിന് എന്ത് സംഭവിച്ചു? അവൻ്റെ ഭാര്യ അവനെ തള്ളി പറഞ്ഞു, മക്കൾ 3 പേരും മരിച്ചു പോയി, അവൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു പോയി, അവൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് ആ വ്രണങ്ങളിലെ പുഴുക്കളെ ഓട് കഷ്ണം കൊണ്ടെടുത്ത് മാറ്റുന്നു, നാട്ടുകാരൊക്കെ പരിഹസിക്കുന്നു. അപ്പോൾ ഇത്രയും നീതിമാനായി എനിക്ക് ഇത്തരം ഒരു സങ്കടം വന്നപ്പോഴും ജോബിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശ കിടപ്പുണ്ടെന്ന്. ഇതിനെനിക്ക് അതിജീവിക്കാൻ കഴിയുമോ? ആ പ്രത്യാശയുടെ പൂർണ്ണതയാണ് ശരിക്ക് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കാണുന്നത്. ഇത്ര നീചമായിട്ട് മരിച്ചാലും ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവൻ നീതിമാനാണെങ്കിൽ എനിക്കൊരു ഉത്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ ഈ പെസഹ രഹസ്യങ്ങളുടെ ക്ലൈമാക്സ് ഉത്ഥാനത്തിലേക്കാണ് വരുന്നത്. ജീവിതത്തിലും വിവാഹ ജീവിതത്തിലും ഒക്കെ ആയിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നതാണ് ശരിക്കും. അത് അച്ഛാ പലപ്പോഴും എന്ത് പറ്റുന്ന വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ എനിക്കുണ്ടാവുന്നത് ഒരു കാരണവശാലും എനിക്ക് ഇതിനെ മറികടക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ 100 കണക്കിനാണ്. എന്താ ഡൈവോഴ്സ് ചെയ്യുന്നത്? എനിക്കിനൊരു സന്തോഷം ഉണ്ടാവാനായിട്ടുള്ള എന്തില്ല, മാർഗമുണ്ടെന്ന് പ്രത്യാശിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഉത്ഥാനം നൽകുന്നത് അത്തരം ക്രൈസിസിൽ നീ കടബാധ്യത വന്നാലും, ഭാര്യയായിട്ട് വഴക്കടിച്ചാലും, ഭാര്യയ്ക്ക് മനോരോഗമാണെങ്കിലും, നിനക്ക് ക്യാൻസർ ആണെങ്കിലും ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥ ഈ ഓരോ അവസരത്തിലും മാഷേ നമുക്ക് അത് നേർക്കുനേരെ നമ്മുടെ വരും. ഈ ഓരോ അവസരം ഏത് മനുഷ്യന്റെ ജീവിതത്തിലും ഒരവസരം ചിലപ്പോൾ വരാം. ഇനി അത്ര ജോബിനെ പോലെ ആണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചും വരാം. ഇത് കോമ്പിനേഷനാണ് ചില അവസരങ്ങൾ. എന്തായാലും ഒരവസരമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇതിങ്ങനെ നേർക്കുനേർ വരുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ഇതാണ്. ഈ ദൈവത്തിലല്ല നമ്മുടെ ഈ ഉത്ഥാനത്തിലുള്ള പ്രത്യാശ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, നിരാശയാകും. അപ്പോഴാണ് ഇനി ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും പൊട്ടിപ്പുറപ്പെടാൻ, ഡിവോഴ്സിൽ എത്തിച്ചേരാൻ, വേർപിരിയാനുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒന്നും എത്ര ചിന്തിച്ചാലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതവും പങ്കാളിയുടെ ജീവിതവും മക്കളുടെ ജീവിതവും ഒക്കെ നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം പോലെ വരും.
അത് തന്നെയാണ് ആത്മഹത്യകളിലേക്കും എനിക്ക് തോന്നുന്നു നടക്കുന്നത്. ഇപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്കൊക്കെ ആത്മഹത്യ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രത്യാശയിലുള്ള, അല്ലെങ്കിൽ ഇതല്ല ഏറ്റവും വലുത്, നമ്മൾ കാത്തിരിക്കുന്നത് ഇതല്ല, നിത്യജീവൻ എന്നുള്ള സമ്മാനമാണ്, ക്രിസ്തുവിലുള്ള ജീവിതമാണ്, അവനിലുള്ള ഉത്ഥാനമാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ നാളെ നമുക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു വാക്ക് ഇങ്ങനെ പറയും, വിവാഹ ജീവിതവും ദിവ്യകാരുണ്യം തമ്മിൽ ഉറ്റ ബന്ധമുണ്ടെന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അല്ലേ അനുദിന എനിക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ട് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കാതെ വരുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ കുർബാനയുടെ ജീവിതം കൂടി നയിക്കാൻ പറ്റാതെ വരുന്നു. കുർബാന പള്ളിയിൽ നടക്കുന്ന ഒരു അനുഷ്ഠാനം മാത്രമായിട്ട് നിൽക്കുകയാണ്. കുർബാന നൽകുന്നൊരു ചൈതന്യമുണ്ട്. അത് പങ്കുവെക്കലിൻ്റെയാണ്, മുറിക്കപ്പെടുന്നതിൻ്റെയാണ്, ക്ഷമിക്കുന്നതിൻ്റെയാണ്, സഹിക്കുന്നതിൻ്റെയാണ്. ആ ഒരു ചൈതന്യം സ്വീകരിക്കുമ്പോഴാണ് എന്തുണ്ടാകുക? ഞാൻ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശോ ആണ് എന്നിലൂടെ സഹിക്കുന്നത്, ഈശോയുടെ കൈകളാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്, ഈശോയുടെ കാലുകളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, ഈശോയുടെ അധരങ്ങളിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് വരുമ്പോൾ ഈശോ സഹിച്ചിട്ടുണ്ട്, ഈശോ എത്രമാത്രം ശൂന്യവൽക്കരിച്ചിട്ടുണ്ട്, ഈശോ എന്തുമാത്രം ക്ഷമിച്ചിട്ടുണ്ട്. ആ ദിവ്യകാരുണ്യം, വിശുദ്ധ രഹസ്യങ്ങൾ ഞാൻ ജീവിക്കാനായിട്ട് സാധിക്കണം. തിരിച്ചും അച്ഛാ, നമ്മളെ ശരി ചെയ്യുവാനും ഇത് ഞാൻ തെറ്റ് ചെയ്താൽ എന്നിൽ ഞാൻ സ്വീകരിച്ച ഈശോയും കൂടി തെറ്റ് ചെയ്യ, ഞാൻ അപഹസിക്കപ്പെട്ടാൽ അപഹസിക്കപ്പെടുന്നത് ഈശോയാണ്, അപ്പൊ ഞാനത് ചെയ്യരുത് എന്നുള്ളൊരു ചിന്തയും. അങ്ങനെ എനിക്ക് തോന്നുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ചെറിയ ചിന്ത ഒരു വലിയ ചിന്തയായി. അല്ല, ശരിക്കു പറഞ്ഞാല് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിവാഹബന്ധം പോലെയാണ് വിശുദ്ധ കുർബാന. എൻ്റെ ശരീരം നീ ഭക്ഷിക്കുമ്പോൾ നീ എന്നിലും ഞാൻ നിന്നിലും അവർ അപ്പോൾ വിവാഹത്തിൽ പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും ഒരു ശരീരമാവുന്നു. ദിവ്യകാരുണ്യത്തിൽ പറയുന്നത് അതേ സ്റ്റേറ്റ്മെൻ്റാണ്. നീ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കാന്ന് പറഞ്ഞാൽ വി ആർ വൺ ബോഡി. അതന്നെയാണ് വിവാഹത്തിലും പറയുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്, ഒരു ശരീരമാണ്. അപ്പൊ ഈ ഐക്യത്തില് പറയാ, വേദനയുടെയും പ്രയാസങ്ങളുടെയും നിമിഷങ്ങളെ കർത്താവിന്റെ കുരിശുമുള്ള ഐക്യത്തിൽ നമുക്ക് കീഴടക്കാനായിട്ടുള്ള അടുപ്പം നമുക്ക് ലഭിക്കും, ഈശോയുമായിട്ടുള്ള അടുപ്പം. അതുകൊണ്ട് നമുക്ക് ഈ ചർച്ചകൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കുന്നു. അതിൽ പാപ്പ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഗൃഹസഭ എന്ന നിലയിൽ ഓരോ ദിവസവും വിവാഹ ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ ശക്തിയും പ്രചോദനവും ദിവ്യകാരുണ്യമെന്ന ഭക്ഷണം ദമ്പതികൾക്ക് നൽകുന്നു. ഞാനൊരിക്കലും തട്ടിൽ പിതാവ് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്, പ്രേയിങ് ടുഗദർ ആൻഡ് ഡൈനിങ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം, അത് ഒരു പക്ഷേ ദിവ്യകാരുണ്യമെന്ന അപ്പത്തിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വിശുദ്ധ കുർബാന സാധിക്കുന്നിടത്തോളം ഞങ്ങൾ മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കുർബാന മിസ് ചെയ്തു എന്ന് കരുതിയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ വളരെ അപ്രതീക്ഷിതമായി, നമ്മൾ പ്രതീക്ഷിച്ചില്ല, കുർബാന മിസ്സായതിനെ കരുതി. അപ്പോഴാണ് അറിയുന്നത് ഇന്ന സ്ഥലത്ത് 7 മണിക്ക്, വൈകിട്ട് 7 മണിക്ക് ഒരു കുർബാനയുണ്ടെന്ന്. വളരെ ഞങ്ങൾക്ക് ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ദൈവം ഇടപെടുകയും ഞങ്ങൾ ആ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയിലുടനീളം കേട്ടത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങളുടെ നടുവിലും ഉത്ഥാന വെളിച്ചത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പ്രാർത്ഥിക്കാൻ, യേശുവിൻ്റെ കുരിശുമായുള്ള ഐക്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ചർച്ചകൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു വലിയ ആശ്വാസവും കരുത്തുമാകാൻ നിങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം. ദിവ്യകാരുണ്യത്തിൽ നമുക്ക് അഭയം കണ്ടെത്താം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹതാഴ്വാരം